അപ്പൊ ഇന്നർ വേൾഡ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല, പറഞ്ഞേക്കാം. നമുക്ക് ഏതായാലും ഒരു ലോകമുണ്ട്. ഈ കാണുന്ന എല്ലാ ലോകം പുറമേ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാവരും ലോകമാണ്. ഈ ലോകമല്ലേ ശരിക്കുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതികൾ. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഈ ലോകത്തെ നമ്മൾ വലിച്ചകത്തേക്ക് കയറ്റും. അകത്തേക്ക് കയറ്റിയിട്ട് ഒരു വികലമായ ലോകത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടാത്തൊരു ലോകമാണ്. അത് കിടന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ. അപ്പൊ നമുക്ക് ഒരു അകത്തൊരു ലോകം ഇല്ലെങ്കിൽ എത്ര സുന്ദരമായെന്നറിയോ നമ്മുടെ ജീവിതം. ഒരു പ്രശ്നമില്ല. കാണുന്നതും കേൾക്കുന്നതും മാത്രമേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അയാളുടെ സ്വരൂപത്തിന് പകരം നമ്മൾ നമ്മുടേതായ രൂപം അയാൾക്ക് കൊടുക്കും. അയാൾക്ക് ഒരു മനസ്സരവും അതിൻ്റെ അകത്ത് കാണില്ല. എന്നിട്ട് ആ മനുഷ്യനെ നമ്മൾ ഉണ്ടാക്കിയ സൃഷ്ടിനെ നമ്മൾ കാണുന്നത്. ഇതിന് നമ്മൾ വേറെ തലത്തിലൊക്കെ ചിലപ്പോൾ പറയുമ്പോഴും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ ഓർമ്മ വരാണ്ട്. വി ആർ അവർ തോട്ട്സ് ഓർ ഐ ആം മൈ തോട്ട്സ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഞാൻ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടിരിക്കുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ജീവി, അതാണ് ഞാൻ. ആക്ച്വലി അയാൾ വേറെ, ഞാൻ അയാളായിട്ട് മാറി. അയാളെ നമുക്ക് പല ആൾക്കാരോടും ദേഷ്യമുണ്ട് നമ്മൾ പറയാറില്ലേ. പക്ഷെ ആ വ്യക്തികൾ ചിലപ്പോൾ അറിയണം എന്ന് നിർബന്ധം പോലും ഇല്ല. ചില ആൾക്കാരുടെ മുഖം കാണുമ്പോൾ പോലും നമുക്ക് അവരോടൊരു ഒരു വെറുപ്പ് തോന്നും. ചില ജീവികളെ കാണുമ്പോൾ എന്തൊരു ജീവിയാണെന്ന് തോന്നും. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, പല്ലി, പാറ്റ, പാമ്പിനെയൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് പേടി വരുന്നത്. നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ ചിലരൊക്കെ പറഞ്ഞു ചിന്തകളാണെന്ന് പറഞ്ഞു, തോട്ട്സ് ആണ്, ഇമോഷൻ ആണെന്ന് പറഞ്ഞു. ഇത് രണ്ടും വലിയ വ്യത്യാസമില്ല കേട്ടോ. ചിന്തകളാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ചിന്തയുടെ തലത്തിൽ നിന്ന് വേറെ തലത്തിലേക്ക് മാറുന്നതിനാണ് ഇമോഷൻ എന്ന് പറയുന്നത്. പേടി, സങ്കടം, ദേഷ്യം, വെറുപ്പ്, അസൂയ എന്നൊക്കെ പറഞ്ഞ സാധനത്തെ നമ്മുടെ ഇമോഷൻ എന്ന് പറയും. പക്ഷെ ഇതിനെ നിലനിർത്തുന്ന ചില ചിന്തകളാണ്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ചിന്തകളാണ്. അപ്പൊ ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇമോഷനെ തൊടാൻ പറ്റിയില്ല. അതങ്ങനെ നിലനിൽക്കും. അതിനെ കളയാൻ പറ്റിയില്ല. അപ്പൊ അതിനെ ശാസ്ത്രീയമായ ലെവലിൽ കളയണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതിനെ നിലനിർത്തുന്ന ചില ചിന്തകളുണ്ട്. ചിന്തകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന NLPയുടെ ഭാഷ പറഞ്ഞ ലാംഗ്വേജ്. ആ ലാംഗ്വേജിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ഇമോഷൻ നമ്മുടെ ഇവിടുന്ന് പോയി. ആ ലാംഗ്വേജ് നമ്മൾ പറയുന്ന ഇറാഷണൽ തോട്ട്സ് എന്ന് പറയുന്നത്. റാഷണൽ തോട്ട്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ വരുന്നതിൽ 99.999% ലാംഗ്വേജ് ഇറാഷണൽ തോട്ട്സ്. സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരാമെന്ന് പറഞ്ഞ് 12 മണിക്ക്, ആ മനുഷ്യൻ വരുന്നത് 1 മണിയാകുമ്പോഴാണ്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പലതരത്തിലുള്ള സന്ദേഹങ്ങളുണ്ടാവും. എന്ത് പറ്റി, വണ്ടി മറിഞ്ഞതാണോ, വണ്ടി കിട്ടാത്തതാണോ എന്നൊക്കെ ചില ചിന്തകൾ, അതായത് ഓക്കെ. പക്ഷെ നമ്മളൊരു ലാംഗ്വേജ് അയാൾ വന്നു കഴിയുമ്പോൾ കുഴപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് പറയും. എന്ത് പറ്റി? അയാൾ പറയും, ഞാൻ 10 മണിക്കുള്ള ബസ്സിന് കയറാൻ വേണ്ട വന്നത്, പക്ഷെ അതങ്ങ് പോയി. പിന്നെ 11 മണിയുടെ ബസ്സാണ് കിട്ടിയത്, അപ്പം ഇച്ചിരി ലേറ്റായി പോയി. ദാറ്റ് ഈസ് ദ കണ്ടന്റ്. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നുമില്ല. ദാറ്റ് ഈസ് എ ഫാക്ട്. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും പൊതുവെ പറയുന്നൊരു ഭാഷ, എന്നാ പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ മുമ്പേ അവിടുന്ന് പുറപ്പെട്ടു കൂടായിരുന്നോ? ഇതാണ് ഇറാഷണൽ തോട്ട്. എന്തെങ്കിലും മീനിങ് അതിനുണ്ടോ? ഒരു മീനിങ്ങും ഇല്ല. അതിന് ഉത്തരം അയാളുടെ കയ്യിലുണ്ടോ? ഇല്ല. അയാൾ എന്തെല്ലാം ഉത്തരം പറഞ്ഞാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയോ? അയാളെ കൂടുതൽ വേദനിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയല്ലേ നമ്മൾ സ്ഥിരം പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണം കഴിച്ചു, കൈയൊക്കെ കഴുകി, ഏമ്പൊക്കെ വെട്ട് കഴിയുമ്പോൾ ചോദിക്കൂ, അയ്യോ ഫ്രിഡ്ജിൽ പിക്കിൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താ പ്രയോജനം? അല്ലെ ചില ഇപ്പം നമ്മളോടൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ പറയുന്ന ആൾ എന്ത് ഗുണം? പറയുന്നുള്ള ഒരു സമാധാനം കിട്ടുമായിരിക്കും അല്ലേ? അല്ലാണ്ട് വേറെ എനിക്കുണ്ട്. ഇനിയിപ്പൊ നിങ്ങൾ അത് എടുത്ത് തന്നാൽ തന്നെ ഞാൻ ചോറുണ്ട് കഴിക്കും. ഇനി ആ പിക്കിള് തന്നെ നമുക്ക് തിന്നാൻ പറ്റിയല്ലോ.
വേറെ വല്ല സാധനമാണെങ്കിൽ പിന്നെ പോട്ടെ, അതും കഴിക്കാന്ന് വെക്കാം. ഇക്കിളി ഭക്ഷണത്തിന് കൊടുത്ത് കഴിക്കേണ്ടല്ലേ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേരാണ് നെഗറ്റീവ് ടോക്ക് എന്ന് പറഞ്ഞാൽ. ആവശ്യമില്ലാത്തത്, ഗുണകരമല്ലാത്ത എല്ലാ ടോക്കും അതെല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ട് കഴിയുമ്പം ഉണ്ട് കഴിഞ്ഞ് ഏറ്റുപോയ ആൾ എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഹോ, എന്തൊരു സ്ത്രീയാ! എന്നാ പിന്നെ നേരത്തെ ഇത് പറഞ്ഞുകൂടായിരുന്നോ? അയാളും നെഗറ്റീവായിട്ടാണ് പറയാൻ പോകുന്നത്. എന്നാ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ അയ്യോ, ഞാനത് മറന്നുപോയായിരുന്നു. എന്നാ പിന്നെ മറന്ന കാര്യത്തിനാ ഇപ്പൊ പറയുന്നത്. ഇത് പിന്നെ അങ്ങ് പോകും. അപ്പൊ ഈ കേട്ടയാള് NLP പഠിച്ച ആളെ അതങ്ങ് ഒബ്സർവ് ചെയ്യും. ഓ, തീർന്നു. അവരെ ബഹുമാനിപ്പിക്കേണ്ടി പറയും, ഓക്കെ നിങ്ങൾ പറഞ്ഞു വെക്കും. ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. ഈ ബൈസ്റ്റാൻഡർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും ബൈസ്റ്റാൻഡേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, എൻ്റെ വീട്ടോട്ട് വരികയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ബൈസ്റ്റാൻഡറാണ്. നമ്മൾ ഈ ആശുപത്രി കിടക്കുന്ന രോഗിയുടെ മാത്രമല്ല ബൈസ്റ്റാൻഡർ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരാളിൻ്റെ ബൈസ്റ്റാൻഡറാണ് നമ്മൾ. അപ്പം അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അവര് പറയുന്നതിനെ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഉത്തരം ചോദിച്ചാൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ ബൈസ്റ്റാൻഡറിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല ഉദാഹരണങ്ങളും, പ്രത്യേകിച്ച് ആശുപത്രിയിൽ ഒരു രോഗി കിടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഏലച്ചെണ്ണ ചെല്ലും എല്ലാവരും. അയ്യോ എന്തു പറ്റി, കാലൊടിഞ്ഞോ, തല പോയോ എന്ന് പറഞ്ഞിട്ടങ്ങ് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, പല നമ്മുടെ ഇന്നസെൻ്റൊക്കെ അതിനെപ്പറ്റി കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എൻ്റെ 2 കിഡ്നിക്കും പ്രശ്നമാണ്. എൻ്റെ ഒരു പഴയ ഒരു ക്ലയൻ്റാണ്. പുള്ളിക്ക് വളരെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചത്. 2 കിഡ്നിക്കും പ്രശ്നമാണ്, ആശുപത്രി പോയി ഒരു ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്താന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ സാറിനെ വിളിച്ച അതിനൊന്നും അല്ല, എൻ്റെ കിഡ്നി പോയാൽ പോകട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ മനുഷ്യരെ കൊണ്ട് ഞാൻ മടുത്തു. കണ്ടവരും കേട്ടവരും എല്ലാം വിളിച്ചിട്ട്, അയ്യോ നിന്റെ കിഡ്നി പോയല്ലേ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, എന്ത് പറ്റി? അപ്പൊ ഈ കുട്ടി എന്ന് പറയാൻ 40-40 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുമ്പോ, ആ നിനക്കത് അറിഞ്ഞുകൂടായിരുന്നു, നീ എന്തിനാ പണിക്ക് പോയത്? അവരെന്തോ ഒരു ആയുർവേദ മരുന്ന് കുറച്ച് നാള് 2 മാസം, മരുന്നിന് കുഴപ്പമൊന്നും ആയിരിക്കില്ല, പുള്ളി പറഞ്ഞ കാര്യം പറയുന്നു, കഴിച്ചിരുന്നു. അത് കഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി, അപ്പൊ അതിനകത്ത് മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപാടെ ആൾക്കാരങ്ങ് കുറ്റം പറച്ചിലാണ്. നീ എന്നൊക്കെ അറിഞ്ഞുകൂടായിരുന്നു, ഇന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് എഴുതിയിട്ടില്ലേ, അത് വായിച്ചു നോക്കിയിട്ടല്ലേ കഴിക്കേണ്ടത്, അല്ലാതെ കഴിക്കാൻ പറ്റുമോ? ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന്. ഇനി അഥവാ ഒരാള് കാലൊടിഞ്ഞ് ആശുപത്രി കിടന്നു നോക്കുക, അല്ല നീ എന്തിനാ അങ്ങനെ നടന്നത്? ആ കല്ലൊക്കെ കയറി നിന്നപ്പോഴല്ലേ നീ വീണത്, നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ കല്ലിന്റെ പുറത്ത് കയറി നിൽക്കരുതെന്നുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ് ശ്രീജ ക്ലാസ്സിൽ ഈ ഇതുപോലത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്ത കാര്യമാണ്. പുള്ളിക്കാരത്തി റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഈ ട്രെയിനിങ് വന്ന പാടെ ഒരാളെ ഇറങ്ങി നിൽക്കുന്നതിന് മുമ്പിൽ. അപ്പൊ ട്രെയിനിന്റെ ഒപ്പം ആ പുള്ളി അങ്ങ് വലിച്ചെടുപ്പ്, ഇറങ്ങിയതല്ലാണ്ട് ഒരു കൈ വിട്ടില്ലായിരുന്നു. അപ്പൊ ട്രെയിൻ കുറേ നേരം അങ്ങ് വലിച്ചു, പിന്നെ വിട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പെയിന്റ് മുഴുവൻ പോയി, മൊത്തം ബ്ലഡായി. അപ്പോൾ ആൾക്കാരെല്ലാം അറിയാമല്ലോ, ദൂരെയുള്ള ആൾക്കാർ എല്ലാം ഈ ഒച്ച കേട്ടിട്ട് ഓടി. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ ബ്ലഡ് പൂളി കിടക്കണം. പിന്നെ നമ്മുടെ ഈ ശ്രീജ എന്ന് പറഞ്ഞ ആൾ ഓടി ചെന്നിട്ട് അതിനെ ആരാണ്ട് ചേട്ടന്മാരൊക്കെ കൂട്ടി എടുത്ത ഒരു ഒരു അവിടുത്തെ ബെഞ്ചെ കിടത്തി കഴിഞ്ഞപ്പോൾ അത് വേദന കൊണ്ട് പൊളയാം. ഉടനെ ആൾക്കാർ മുഴുവൻ കൂടിയിട്ട് കുറ്റം പറയാം, താൻ എന്തിനാണോ വണ്ടി നിൽക്കുന്നതിന് മുമ്പിലേ ഇറങ്ങിയത്, തനിക്ക് അറിഞ്ഞുകൂടാനോ, താൻ കള്ളു കുടിച്ചിട്ട് കയറിയതല്ലേ, മറ്റതല്ലേ മറിച്ചതെന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ശ്രീജ പറഞ്ഞു, ഞാൻ NLP അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ വേദനയ്ക്കകത്ത് പൊളഞ്ഞുകൊണ്ടിരിക്കുക, ആ മനുഷ്യനോട് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല. അവരെ ഉടനെ കുറച്ച് പഞ്ഞിയെ കൊണ്ടുവന്ന്, തുണിയെ കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് വേഗം ഒരു വണ്ടി പിടിച്ച് ആശുപത്രി കൊണ്ടു. പക്ഷേ അവരെ ആശുപത്രിയോട് പറഞ്ഞു വിട്ടിട്ട് ഈ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ പോകുന്നില്ല, ഇങ്ങനെ കുറ്റം പറ്റാന്ന്. ആ മനുഷ്യന് ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു? എവിടെ പോയി നമ്മൾ? ആർ വി ബൈസ്റ്റാൻഡേഴ്സ്? ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എമ്പതിയോടുകൂടി അതിനെ ഡീൽ ചെയ്യുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്തുക എന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ വരുന്ന നെഗറ്റീവ് തോട്ടുകളെ ഓവർകം ചെയ്യുക. നെഗറ്റീവ് തോട്ടുകൾ, ഞാനീ പറഞ്ഞതെല്ലാം നെഗറ്റീവ് തോട്ടുകളാകട്ടെ. മെയിനായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാനുള്ള ഭാഷ പറഞ്ഞാൽ ദേഷ്യം, സങ്കടം, പേടി, അസൂയ എന്നൊക്കെ പറയുന്നതാണ് വികാരങ്ങൾ. ഈ വികാരങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ വികാരം ആദ്യം വരും, പിന്നീട് അതിൻ്റെ ലാംഗ്വേജ് വരും. ചിലപ്പോൾ ലാംഗ്വേജ് വന്നിട്ട് വികാരം വരും. ഏതാണ് നമുക്ക് പറയാൻ പറ്റിയത്? ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വികാരമല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഭാഷ വരുന്നത്. പക്ഷെ വേറെ ആളോട് ഇപ്പൊ ദേഷ്യം തോന്നുന്നത് ആദ്യം ലാംഗ്വേജ് വരും. എന്നാലും നീ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നതോട് കൂടി അതൊരു വികാരമായിട്ടങ്ങ് മാറും. അപ്പൊ ഇതിങ്ങനെ കൂടി ഇണങ്ങി കിടക്കുന്ന, അപ്പൊ എന്തെങ്കിലും ആക്കിയോട്ടെ, നമുക്ക് രണ്ടിനെ ഡീൽ ചെയ്യാം. അപ്പോൾ ഇമോഷനെ നമ്മൾ ഡീൽ ചെയ്യാനൊന്നും പോകണ്ട, അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ലാംഗ്വേജ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡീൽ ചെയ്യാന്ന് പോകണം. ദാറ്റ് ഈസ് ഹൗ ടു ഓവർകം ദ നെഗറ്റീവ് ഇമോഷൻസ്. അപ്പൊ ചിന്തകളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ചിന്തകളാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണ് ചിന്തകൾ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ ചിന്തകളെ നമ്മൾ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അതിനകത്ത് വരുന്ന ചിന്തകൾ എന്താണ്? സിമ്പിൾ ചോദ്യങ്ങളാണ്. ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുവോ? ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെ വരുമോ? ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അയാൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്? ഇതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ മകൻ ബസ്സിൽ കയറി പോയിട്ടുണ്ട്, അവൻ അവിടെ എത്തിക്കാണുമോ? ഇപ്പൊ എൻ്റെ മകനല്ലേ മകള് കാനഡയിലുണ്ട്, അല്ലെ ഇംഗ്ലണ്ടിലുണ്ട്, അവൻ്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? ഇതെല്ലാം വേണമെങ്കിൽ നമ്മുടെ ആങ്സൈറ്റി ആയിട്ട് കൂട്ടാം. അപ്പോൾ അതിൻ്റെ ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉത്തരം ആരും കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഉത്തരം കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ആരെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇതിനാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. കാരണം നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ കർത്താവ് പോലും അതിന്റെ ഉത്തരം തരാൻ പോകും. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മുകളിൽ മഴക്കാര് കാണുന്നുണ്ട്. മഴ പെയ്യുവോ? സ്വയം ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭാര്യയോടെ ചോദിക്കാന്നെങ്കിൽ പറയും, എനിക്കറിയത്തില്ലെന്ന് പറയും. അപ്പൊ നിങ്ങൾ പിന്നെ സ്വയം ചോദിക്കും, അല്ല മഴ പെയ്യുവോ? പെയ്യുവോ? എന്നാ പിന്നെ പെയ്യുമെന്ന് സംശയമുണ്ടെങ്കിൽ കുട എടുത്താൽ പോരെ? കുട എടുക്കാൻ മടിയ, അല്ലെങ്കിൽ കുട കാണില്ല. അപ്പൊ ഇതൊരു ആങ്സൈറ്റിയാണ്. അപ്പൊ ഈ ചിന്തയിലാ പോകുന്നത്. അപ്പൊ അതിന്റെ ചില ആൾക്കാർ ഷോർട്ട് കട്ട് പറയും, പെയ്താ പെയ്യട്ടെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഏത് ലെവലിൽ നമ്മുടെ മനസ്സെത്തുന്ന എനിക്കറിയത്തില്ല. അതൊക്കെ ഒരു ഒരു മുടന്തൻ രീതിയിലുള്ള ഒരു രീതിയാണ്. പെയ്താ പെയ്യട്ടെ, ഇച്ചിരി ഒരു നെഗറ്റീവ് അപ്രോച്ച്. ശരിക്കുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ, മഴ പെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, തീർന്നു. അപ്പൊ മനസ്സ് ശാന്തമായി, പിന്നെ മനസ്സ് ചോദിക്കത്തില്ല. ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. കാരണം നിങ്ങളെ അലട്ടുന്ന ചോദ്യം ചോദിക്കുന്ന നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഉത്തരം നിങ്ങൾ കൊടുത്തിരിക്കണം. മനസ്സിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സിന്റെ ഭാഷ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ ശരിക്കുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ അവ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ഒരാള് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു.
സാറേ, ഒരു ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ പറയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു കൗൺസിലർ അല്ലേ. കൗൺസിലറോട് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോകും. നിങ്ങൾ കൗൺസിലിങ്ങിന് ബില്ലിംഗ് ആയിട്ട് എന്നോട് ഒരു ആസ് എ ക്ലയന്റ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരവല്ല പറയുന്നത്. ഐ വിൽ ടേക്ക് യു അറ്റ് എ സിറ്റുവേഷൻ വെയർ യു വിൽ ഗെറ്റ് ദ ആൻസർ. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ ഞാൻ പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ലോകത്തിൽ വേറെ ആർക്കും കണ്ടുപിടിക്കാനും പറ്റിയല്ല. ഇവിടെ ഇരിക്കുന്ന പല കൗൺസിലേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ പറയുന്നു? അയാളുടെ പ്രോബ്ലം അയാൾക്ക് മാത്രമല്ല മനസ്സിലാവുള്ളൂ. അയാളെ കൊണ്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ലെവലിൽ അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഉത്തരവാദിത്വം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ആൻസർ വിൽ ബിക്കം മൈ ആൻസർ. എന്റെ ഉത്തരത്തിന് അവരുടെ അക്കൗണ്ടബിൾ ആയിരിക്കില്ല. ആ സമയത്ത് അവർ പറയും, ആ കുഴപ്പമില്ല സാറേ, നല്ല ഉത്തരാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഗോ എഗൻസ്റ്റ് വാട്ട് എവർ വി ആർ ടേക്കിംഗ് ഡിസിഷൻ. ഏത് തീരുമാനം എടുത്താലും അതിന് എഗൻസ്റ്റ് ആയിട്ട് പോകാൻ കൂടുതലും സാധ്യതകളുണ്ട്, വരികയും ചെയ്യും. അങ്ങനെ വന്നുകൊണ്ടും ഇരിക്കും. പക്ഷെ സ്വയം എടുത്ത തീരുമാനമാണെങ്കിൽ അതിനെ അവർ ടേക്ക് കെയർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കൊച്ചു കുട്ടികളാണെങ്കിലും നെവർ ഗീവ് എ സൊല്യൂഷൻ ടു എനിത്തിങ്. ഓരോ വ്യക്തികളെയും തമ്പുരാൻ കർത്താവ് സൃഷ്ടിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സാണ് അവരെ പ്രപഞ്ചമാണ് സൃഷ്ടിച്ചെങ്കിൽ അവർക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോലെയുള്ളവര്, അല്ലെ കൗൺസിലെ പോലെയുള്ളവര് ശാസ്ത്രീയമായ രീതിയിൽ അതിനെ അപഗ്രഥനം ചെയ്ത് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാന്നുള്ളത് മാത്രമേ. മനസ്സിലാകണോ വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാകട്ടെ, അതിന്റെ വില്ലിങ്നെസ്സോട് കൂടി. അപ്പോൾ കൗൺസിലിങ്ങിന് ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ വികാരങ്ങളെ, ദേഷ്യം, പേടി, സങ്കടം ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഒന്ന് ഓവർകം ചെയ്യുന്നുള്ള ഒരു താല്പര്യം വേണം. ഇപ്പൊ പ്രധാനപ്പെട്ട 3 വികാരങ്ങളാണ് നെഗറ്റീവ്. നമ്മൾ വികാരം എന്ന് പറയുന്നത് നെഗറ്റീവ് വികാരം കേട്ടോ. പോസിറ്റീവായിട്ട് നമുക്ക് വികാരം ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല. പോസിറ്റീവായിട്ട് വികാരം ഇല്ല. പോസിറ്റീവായിട്ടുള്ളതിൻ്റെ പേരാണ് പ്ലഷർ, സുഖം. അതൊരു വികാരം, സമ്മതിച്ചു. പക്ഷെ അല്ലാണ്ട് സന്തോഷം എന്ന് പറയുന്ന ഒരു വികാരമല്ല. നമ്മുടെ ഐഡന്റിറ്റി സന്തോഷമാണ്. വി ആർ ഹാപ്പിനെസ്. അപ്പൊ അതാണ്, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ എപ്പോഴും തിരിച്ചു പോകുന്ന അങ്ങോട്ടാണ്. നമ്മുടെ ആ സ്ഥലം, നമ്മുടെ വീട് എന്ന് പറയുന്നത് സന്തോഷമാണ്. അപ്പൊ അവിടെ നിന്നും നമ്മൾ അകലുമ്പോഴാണ് ഈ പറഞ്ഞ നെഗറ്റീവ് വികാരങ്ങളും തോട്ട്സൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു ചെല്ലേണ്ട നമ്മുടെ ഉറവിടം എന്ന് പറയുന്നത് അവിടെയാണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ഒരു തിരിച്ചുപോക്കാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ എൻകൗണ്ടർ യുവർ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഈ ഇമോഷൻ എന്ന് പറയുന്നത്, ഓർക്കെന്ന് പറയുന്നത് അങ്ങോട്ടുള്ള തിരിച്ചുപോക്കാണ്. അപ്പൊ ഈ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കത്തുള്ളൂ, അവിടുന്ന് പോകത്തില്ല. ഇത് നമ്മളെ ഓട്ടോ സ്റ്റിയറിംഗ് എന്ന് പറയും. ഇപ്പൊ NLP പ്രാക്ടീസ് ചെയ്യുന്ന ആള് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രത്യേകം ഇതൊന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചിന്തകളെ NLP എന്ന് പറയുന്ന ചിന്തകളെ ഇട്ടൊരു കളിയാണ്. ചിന്തകളെ മാറ്റിയിട്ട് പുതിയ ചിന്തകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് പല പേരുകൾ നമ്മൾ കൊടുക്കും. അതാണ് NLP എന്ന് പറയുന്നത്. പക്ഷേ NLPയുടെ ഇപ്പൊ ആനി മാത്യു ഒക്കെ അതുകൊണ്ടാണ് ഇപ്പം പല ക്ലാസ്സിലും വരാണ്ടിരിക്കുന്നതിന്റെ കാരണം, സമയം കിട്ടുന്നില്ല, വരുന്നില്ല. പക്ഷേ വീഡിയോ കാണുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഏതാണ്ട് ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആനി മാത്യു തന്നെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു, അമ്മയ്ക്കിപ്പോ ഞങ്ങളോട് സ്നേഹമില്ല. പലർക്കും അങ്ങനെ തോന്നും. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് ഭാഷ പോക്കിംഗ് തന്നെ.
ഇങ്ങനെ പോക്ക് ചെയ്തോണ്ടിരിക്കും. എടി നിനക്ക് എന്തുണ്ട്, പ്രശ്നം വല്ലതും ഉണ്ടോ അവിടെ, നീ ഭക്ഷണം കഴിച്ചായിരുന്നോ, അസുഖം വല്ലതും ഉണ്ടോ, പഠിത്തമൊക്കെ എങ്ങനെയാ, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശല്യമായിരുന്നു. അമ്മയ്ക്കൊന്ന് മിണ്ടാതെ ഇരിക്കാവോ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, ഞങ്ങൾക്കറിയാം, എനിക്കറിയാം എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. ഇല്ലേ, സത്യമല്ലേ? അവർക്ക് അവരുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഗോദ്രേജ് ഒരു താഴുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ താക്കോലും കൂടെ ഉണ്ടാക്കാം അപ്പം തന്നെ. അതിന് വേറൊരു ടൈം വെക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടെ ഒരു കൂട്ടിലിട്ട് അടച്ച് പാക്ക് ചെയ്താൽ നമുക്ക് തരുന്നത്. നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി പാഡ്ലോക്ക് മേടിച്ചിട്ട് കീ കിട്ടാതെ വരും? ഇല്ല. ഏതെങ്കിലും കാറ് മേടിച്ചിട്ട് താക്കോല് കിട്ടാതെ വരുമോ? താക്കോലും കൂടെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഉള്ളിൽ അത് റിസോൾവ് ചെയ്യാനുള്ള ടെക്നിക്കും അതിനകത്തുണ്ട്. അതാണ് നമ്മളെപ്പോലെയുള്ളവർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആനിമാത്തിനെ പോലെയുള്ളവർക്ക് അതിന് പ്രത്യേക ടൈമൊന്നും വേണ്ട. അപ്പൊ തന്നെ ആ താക്കോൽ അവിടെ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി അത് തുറന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രത്യേകം എടുത്ത് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾ താക്കോൽ എടുക്കാൻ പോകണം, താക്കോൽ എടുക്കാൻ ചെന്നിരുമ്പോൾ അയ്യോ അതവിടെ കാണിയാണ് എന്ന് പറഞ്ഞാൽ അത് മറന്നുപോയി, അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. ചില ആൾക്കാരൊക്കെ ചോദിക്കും, സാറേ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്ന് ഞാൻ ആ ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം ഇതാണ്, അപ്പോൾ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, ആ ആ ക്ലയൻറ്റിനെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ ക്ലയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ആ ക്ലയൻറ്റിന്റെ പ്രശ്നം മനസ്സിലായോ എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലാക്കി കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ദേഷ്യം, സങ്കടം, പേടി, നെഗറ്റീവ് വികാരങ്ങളൊക്കെയാണ് അതിനെ കൊണ്ടു നടക്കുന്ന തോട്ട്സ് ആണ്. ആ തോട്ട്സിനെ ഡീൽ ചെയ്യാന്ന്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന ലാംഗ്വേജ്. പിന്നെ ഞാൻ ആദ്യം വേറെന്തോ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് രണ്ട് ലോകമുണ്ട്, അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. അപ്പൊ ഈ ലോകത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ശരിക്കുള്ള ലോകം എന്ന് പറയുന്നിടത്താണ് ഈ ഉത്സവം നടക്കുന്നത്, പെരുന്നാൾ നടക്കുന്നത്, കല്യാണ സദ്യ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും പുറം ലോകത്താണ്. നമ്മൾ കേൾക്കുന്ന വാക്കുകളെല്ലാം പുറം ലോകത്താണ്. എളുപ്പമുള്ളൊരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, പ്ലീസ് ഡോണ്ട് ബി കാരിഡ് അവേ വിത്ത് ദാറ്റ് വാക്ക്. ആ വാക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. അമ്മായിമ്മ എന്നുള്ള വാക്ക്. ഈ അമ്മായിമ്മ എന്നുള്ളത് കേൾക്കുമ്പോഴേ കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ മനസ്സിൽ വരുന്ന പ്രത്യേക ഒരു ചിന്തയുണ്ടല്ലോ. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ മദറിനില്ലോ, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ അതിനൊരു വേറൊരു മീനിങ് ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് വരും. കല്യാണം കഴിച്ച ആൾക്കാർക്ക് അവർക്ക് അവരുടേതായ തരത്തിൽ അതിന് വേറൊരു മീനിങ് അവർ പിന്നീട് കൊടുക്കും. സത്യം പറയുകയാണെങ്കിൽ ആ മീനിങ് കൊടുക്കുന്നതുകൊണ്ടാണല്ലേ പ്രശ്നം വരുന്നത്. നമ്മൾ മീനിങ് കൊടുത്തിട്ടില്ല. വി ആർ ഓൺലി ഒബ്സർവിങ്. ഒരു പ്രശ്നവും ഇല്ല, നമ്മൾ വളരെ കൂളാണ്. എന്ന് പറഞ്ഞാൽ വി ആർ ക്യാരിയിങ് എ ഇമേജ് വിത്ത് എവരി വേർഡ് വി ഉട്ടർ. ഏത് വാക്കിനും നമ്മളൊരു ഒരു ഇമേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇന്നർ വേൾഡിൽ കിടക്കുന്നത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് പിക്ചേഴ്സ് ആൻഡ് ലാംഗ്വേജസ്. ഇത് രണ്ടും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. എന്ന് പറഞ്ഞാൽ മേക്ക് യുവർ മൈൻഡ് എംപ്റ്റി എന്ന് പറയും. നമ്മളിതിനെ പിക്ചർ കയറ്റുന്ന പുറത്തുള്ളത് അവിടെ കിടന്നോട്ടെ, അതെല്ലാം റിയാലിറ്റിയാണ് പുറത്ത് കിടക്കുന്നത്. അതിനെ അൺറിയൽ ആക്കുന്നത് നമ്മൾ അകത്ത് കയറ്റി കഴിക്കുന്നത്, നമ്മളായിട്ട് അൺറിയൽ ആക്കുന്നത്. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറി കിടക്കുന്ന അൺറിയൽ ആയിട്ടുള്ള പിക്ചേഴ്സിനെ മുഴുവൻ റിയൽ ആക്കുന്നു. റിയൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അതും പുറത്ത് രണ്ടും സമാസമം. അപ്പൊ പിന്നെ പ്രത്യേക ആകും പുറമൊന്നുമില്ല. അങ്ങനെയാണല്ലോ വാട്ടർ ടാങ്ക് കെട്ടി കഴിയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ, ഈ സൂയസ് കനാലിലൊക്കെ ഞാനൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. രണ്ട് ഈ ഈ ഈ ആദ്യം ആ സൈഡിലുള്ള വെള്ളത്തിന് പൊക്കം കൂടുതൽ കാണും, ഈ സൈഡിലുള്ള വെള്ളത്തിന് കുറവായിരിക്കും. അപ്പൊ ഈ ഇടയ്ക്കുള്ള ഈ ബ്ലോക്ക് അങ്ങോട്ട് താത്തി കഴിയുമ്പോൾ രണ്ടും കൂടെ ലെവൽ ഉണ്ടാകും. എന്നിട്ട് കപ്പൽ അങ്ങോട്ട് കടന്നു പോകും. അതാണ് സൂയസ് കനാൽ അല്ലെങ്കിൽ പനാമ കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്നത്. പല ലെവൽസിൽ ഇതുപോലെ ആക്കാൻ.
എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പുറത്തുള്ള ആ ലോകവും അകത്തുള്ള ലോകവും സമാസമായി കഴിഞ്ഞാൽ പിന്നെ എന്നാ പ്രശ്നം ഇരിക്കുന്നത്? എല്ലാം അതാണ് റിയാലിറ്റി. വി ആർ ലിവിങ് ഇൻ ദ റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ലാംഗ്വേജ്, നമ്മൾ ഓരോ ലാംഗ്വേജ് ഓരോ ഇഷ്യൂസിന് ഉണ്ടാക്കിയിട്ടിരിക്കുക. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിൻ്റെ പിന്നിൽ ഒരു ലാംഗ്വേജ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ലാംഗ്വേജിനെ എടുത്തങ്ങ് കളയുകയും ചെയ്യും. നമുക്ക് ഒരു ലാംഗ്വേജും വേണ്ട. അപ്പൊ രണ്ടും സമാസമം, പുറം ലോകവും അകാലം. ആ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അറ്റ് പീസ് എന്ന് പറയുന്നത്. വി ആർ അറ്റ് പീസ്. ഒരു വ്യത്യാസമില്ല, കുറവാകോ എല്ലാം ഒരുപോലെ. അപ്പൊ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇപ്പൊ ഈ